നമസ്കാരം. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വിപണി, അതായത് ഫെബ്രുവരി 13, വിപണിയിൽ വലിയൊരു തകർച്ചയാണ് നമ്മൾ കണ്ടത്. സെൻസെക്സ് 1048 പോയിന്റും നിഫ്റ്റി 336 പോയിന്റും ഇടിഞ്ഞു. നിഫ്റ്റി 25,500 താഴെ 25,471 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. തീർച്ചയായും അതൊരു പോസിറ്റീവായ നോട്ടല്ല. 25,500 വളരെയധികം പ്രാധാന്യമുള്ള ഒരു സൈക്കോളജിക്കൽ നമ്പറായിരുന്നു. അതിന് താഴെ ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നിഫ്റ്റി ഇനിയും കുറച്ചുകൂടി താഴേക്ക് പോകാം എന്നൊരു പ്രതീക്ഷ, ഒരു തോട്ട് ഇൻവെസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രധാനമായിട്ടും 25,500 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതിൽ IT, മെറ്റൽ ഓഹരികളിലുണ്ടായ കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് പ്രധാനമായി മാർക്കറ്റിനെ താഴേക്ക് നയിച്ചത്. ആഗോളതലത്തിൽ നോക്കിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ആ മേഖലയിലെ പല മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യൻ IT കമ്പനികളുടെ ഓഹരി വിലയെ സാരമായിട്ട് ബാധിച്ചു. അത് വെള്ളിയാഴ്ച മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപക ആസ്തിയാണ് ഒറ്റ ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടത്. ഇനി ആഗോള വിപണി സാഹചര്യം നോക്കിയാൽ US വിപണിയിലെ അനിശ്ചിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. പലിശ നിരക്ക് കുറയ്ക്കുന്നതിലെ കാലതാമസം വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. വിദേശ നിക്ഷേപകർ വലിയ തോതിൽ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെള്ളിയാഴ്ച മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇടയിൽ 1-2 ദിവസമാണ് അവർ നെറ്റ് ബയേഴ്സ് ആയത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. വെള്ളിയാഴ്ച മാത്രം ഏകദേശം 7,395 കോടി രൂപയുടെ ഓഹരികളാണ് അവർ വിറ്റഴിച്ചത്. ഇത്രയൊക്കെ ഓഹരികൾ വിറ്റഴിച്ചിട്ടും ഇന്ത്യൻ ധനകാര്യ സ്ഥാപനങ്ങൾ, ആഭ്യന്തര നിക്ഷേപകർ സപ്പോർട്ടായി നിൽക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് മാർക്കറ്റിന് സാധിച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ വീഴ്ച വളരെ 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 പരിതാപകരമായി മാറിയേനെ. ഒപ്പം തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, US ഇറാൻ സംഘർഷം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മിഡിൽ ഈസ്റ്റിലേക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എണ്ണവിലയെ ബാധിക്കും. എണ്ണവിലയെ ബാധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചെലവ് വർദ്ധിക്കുകയും സ്വാഭാവികമായിട്ടും അത് വലിയ തോതിൽ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മാർക്കറ്റിന് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. യുദ്ധമുണ്ടായാലുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ വേറെ. ഞാൻ പറയുന്നത് ആ ഒരു പ്രഷർ പോലും നമ്മളുടെ ക്രൂഡ് ഓയിലിൻ്റെ വില കൂട്ടുകയും അത് ഇന്ത്യക്ക് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഇനി തിങ്കളാഴ്ച നിഫ്റ്റിയിൽ 25,400 എന്നത് വളരെ നിർണായകമായ ഒരു സപ്പോർട്ട് ലെവലാണ്. വിപണി ഇതിന് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു 200, 100, 25,200, 25,100 മേഖല വരെ ഇടിയാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് ഒരു തിരിച്ചുവരവ് വേണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 25,650, 800 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് മറികടക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൂടെ ഒരു കാര്യം ചേർത്ത് വായിക്കുന്നു. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല. ഓരോരുത്തരും ട്രേഡ് ചെയ്യുമ്പോൾ അവനവൻ്റെ റിസ്കിൽ മാത്രം ചെയ്യുക. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. US പണപ്പെരുപ്പ കണക്കുകളും ആഗോള വിപണിയിലെ ചലനങ്ങളും ഒക്കെ തിങ്കളാഴ്ചത്തെ ട്രെൻഡ് നിശ്ചയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് പൊസിഷനുകളൊക്കെ എടുക്കുന്നവർ വളരെ ശ്രദ്ധയോടെ മാത്രം പൊസിഷനുകൾ എടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ തിങ്കളാഴ്ച ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ, കാരണം ആഗോള സാഹചര്യം വഷളായാൽ തിങ്കളാഴ്ച നിഫ്റ്റിയിൽ ഒരു ഗ്യാപ് ഡൗണിന് സാധ്യതയുണ്ട്. 25,350, 200 മേഖലയിൽ ശക്തമായിട്ട് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം. 25,200, 350 അത് തകർന്നാൽ വിപണി കൂടുതൽ താഴേക്ക് പോയേക്കും. ഇനി റെസിസ്റ്റൻസ് ഏരിയയിലാണെങ്കിൽ തിരിച്ചു കയറണമെങ്കിൽ നിഫ്റ്റിക്ക് 25,650 എന്ന കടമ്പ കടക്കണം. എങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള ഒരു വ്യൂ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കൂ. ഒപ്പം തന്നെ എണ്ണവില കൂടുന്നത് കൊണ്ട് തന്നെ പെയിന്റ്, ടയർ ഓഹരികളെ പ്രതികൂലമായിട്ട് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്വർണ്ണവില കൂടുന്നത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ സഹായിക്കാനായിട്ടും സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് നാളെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് യുദ്ധവാർത്തകളും ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെയാണ്. പക്ഷെ അത് മാത്രം നോക്കിക്കൊണ്ട് തിങ്കളാഴ്ചത്തെ ട്രേഡുകൾ പ്ലാൻ ചെയ്യരുത്. അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കുക, എന്നാൽ ന്യായമായ കാര്യങ്ങളെ കണക്കിലെടുക്കുക. എന്തായാലും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി.
പ്രോഫിറ്റബിളായ ഒരു ട്രേഡിംഗ് ഡേ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇനി ഓപ്ഷൻ ബയേഴ്സിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്. വോളറ്റിലിറ്റി വിപണിയിൽ വളരെയധികം ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രീമിയങ്ങൾ വളരെ വേഗത്തിൽ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 25,400 എന്ന ലെവലിന് താഴേക്ക് ബ്രേക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും പുട്ട് ബയേഴ്സിന് അതൊരു ഓപ്പർച്യൂണിറ്റി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 25,650 മുകളിലേക്ക് പോകുമ്പോൾ മാത്രം കോൾ സൈഡിൽ ബൈ പരിഗണിച്ചാൽ മതിയാകും എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ വിലയിരുത്തൽ. പിന്നെ ഓപ്ഷൻ ബയേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നുണ്ട്, ഹീറോ സീറോ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് രീതി. യുദ്ധവാർത്തകൾ വരുന്നതിനാൽ അത്തരം വാർത്തകളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ഹീറോ സീറോയിലേക്ക് പോകരുത്. അത് ഏത് കാലാവസ്ഥയിൽ ചെയ്താൽ പോലും ലോജിക്കില്ലാത്ത ഒന്നാണ് എന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ പോലും പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം അങ്ങനെ മുതലെടുക്കാമെന്ന് വിചാരിച്ച് അനാവശ്യമായി ഹീറോ സീറോ പ്ലേ ചെയ്ത് ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രോഫിറ്റബിളായ ഒരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.